കേരളത്തിൽ നമ്മുടെ സർക്കാർ 4ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം അത് റേഷൻ വ്യാപാരികളാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് മറുപടി. ഞങ്ങൾക്ക് വേറെ മറുപടി ഇല്ല. കാരണം റേഷൻ മേഖല ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുകയാണ്. ഒരു ഭാഗത്ത് കരാറുകാരുടെ സമരം എന്ന് പറയുമ്പോൾ അവർ ഈ വർഷം 5ാമത്തെ പ്രാവശ്യമാണ് സമരം നടത്തുന്നത്. സമയത്തിന് റേഷൻ കടയിൽ എത്തുന്നില്ല. ഒരു 20 ദിവസം സമരം ചെയ്ത് ബാക്കിയുള്ള 10 ദിവസം കൊണ്ട് കരാറുകാർക്ക് ലാഭമാണ്, തൊഴിലാളികൾക്ക് ലാഭമാണ്, കോൺട്രാക്ടർമാർക്ക് ലാഭമാണ്. റേഷൻ കട തൂക്കി ഇറക്കണ്ട, തൊഴിലാളികൾക്ക് തൂക്കാതെ പൈസ കിട്ടും. അപ്പോൾ വളരെ സുഖസുന്ദരമായി 10 ദിവസം കൊണ്ട് 20 ദിവസത്തെ 30 ദിവസത്തെ പണി തീർക്കാം. അതാണ് അവർ ലാഭം കാണുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാതെ ഇങ്ങനെ ഈ സമരങ്ങൾ നീട്ടിക്കൊണ്ടോണ്ട ആവശ്യമുണ്ടോ? ഇത് വ്യാപാരികൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം. തൂക്കാതെ റേഷൻ കടയിൽ എത്തുന്നു. റേഷൻ ജനങ്ങളുമായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. റേഷൻ കടയിൽ അരിയില്ല. കേരളത്തിലെ ഒറ്റ റേഷൻ കടയിലും അരി ഇങ്ങനെ എല്ലാം കൊടുക്കാനില്ല. എല്ലാ വിഭാഗം അരി ഉണ്ട് എന്ന് പറയാം, ഗവൺമെന്റിന് പറയാം, പല അരിയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുക്കാനുള്ള അരി ഉണ്ടാവും. PHH സേവയ്ക്കാർ ഏറ്റവും പാവങ്ങൾക്ക് കൊടുക്കാനുള്ള അരി പല കടകളിലില്ല. ആട്ടയില്ല, പഞ്ചസാരയില്ല, ഗോതമ്പില്ല, ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പൊ എന്തായി? ഗവൺമെന്റിന്റെ കണക്കിന് 2 ലക്ഷം ആൾക്കാർ അരി വാങ്ങി, 3 ലക്ഷം ആൾക്കാർ അരി വാങ്ങി. പക്ഷെ എല്ലാം കൊടുക്കാനില്ല. ഈ ഒരു സംവിധാനം പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്നത് ഏതായി സമയം മഴക്കാലം വന്നു, സ്കൂൾ തുറക്കാൻ പോകുന്നു. സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന സമയം. കുട്ടികളുടെ പുസ്തകമാണ്, എല്ലാത്തിനും ഏറ്റവും കൂടുതൽ പണിയൊന്നുമില്ല, ദുരിതം അനുഭവിക്കുന്നു. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു 40% കുടുംബങ്ങൾ കേരളത്തിലുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങളുടെ കമ്മീഷന്റെ കാര്യത്തിലോ ഒന്നും തന്നെ ഒരു തീരുമാനം എടുത്തില്ല. ഞങ്ങളൊരു സമരം ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായിട്ടില്ല. ഇവിടെ 10-20 ദിവസമായി ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് ഒന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അവിടെ ഭീഷണികളൊന്നുമില്ല, അവരുടെ പൈസ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പൊതുവിതരണ മേഖല. ആ പൊതുവിതരണ മേഖലയിൽ പട്ടിണി മാറ്റുന്ന ഈ സംവിധാനത്തെ എന്തുകൊണ്ട് സർക്കാർ അവഗണിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ഇവരെ കാണാതെ പോകുന്നു? അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, മുഖ്യമന്ത്രിയോട് മാത്രമാണ് പറയാനുള്ളത്. കേരളത്തിലെ പൊതുവിതരണ ശൃംഖല ഈ വിഷയം എത്രയും പെട്ടെന്ന് അങ്ങടപെട്ട് തീർക്കണം. അങ്ങടപെട്ടാലേ ഈ വിഷയം തീരുള്ളൂ. അതല്ലാതെ തീരുന്ന ഒരു വിഷയമില്ല. കാരണം കുറെ കാലമായി സമരങ്ങൾ തുടങ്ങിയിട്ട് റേഷൻ വ്യാപാരികളുടെ വിഷയങ്ങളുണ്ട്. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങളുടെ സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ സൗജന്യങ്ങളും ജനങ്ങളെ കൈകളിലെത്തിക്കുന്ന ഈ ഭാഗത്തെ അവഗണിക്കാതെ ഞങ്ങളുടെ വിഷയങ്ങൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.